താങ്ക് യു. ബ്രദർ വരയ്ക്കേണ്ട തലേദിവസം എനിക്ക് ഡ്രസ് ഡിസൈൻ ചെയ്തതാണ്. പിറ്റേ ദിവസം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ നിങ്ങളുടെ എത്രയോ കൊല്ലമായിട്ട് ഞങ്ങളും വളരെ ഡീസൻറ്റ് ബിഹേവിയർ എല്ലാവരുടെയും അനിൽ തുടങ്ങി പ്രായമായിട്ടും കൂടി ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് വരും, ഞങ്ങളുടെ ഷേപ്പ് അനുസരിച്ച് ചെയ്തു വരും. ഭയങ്കര ഒരു നല്ല ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങളുടെ. വളരെ ഒരു അതേപോലെ സ്റ്റാൻഡേർഡിൽ പോകുന്നുണ്ട്, ഉയർന്നു വരികയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം എൻ്റെ സ്റ്റാഫിൻ്റെ അതേട്ടാ. ഞങ്ങളെപ്പോഴും പറയും നമുക്ക് ധൈര്യമായിട്ട് പെൺകുട്ടികളെ അങ്ങനെ വിടാം. കാരണം ഒരു പ്രശ്നം തന്നെ വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ പറയും പ്രായമുള്ളവർക്ക് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്തത്. ഇതൊക്കെ എത്ര വർഷമായിട്ട് ഞാൻ അവിടെ മാത്രം തയ്ക്കും. ഞാൻ എവിടെ കൊണ്ട് തയ്ച്ചാലും പിന്നെ അത് ഇടില്ലേ. എൻ്റെ ഫിറ്റിങ് കിട്ടും. കൂടുതൽ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ വണ്ണം വെച്ചത് ഞാൻ പതുക്കെ അനിലിനെ വിളിക്കും. അനിൽ എൻ്റെ ഒന്ന് അളവ് ശരിയല്ല. അപ്പം അനിൽ തന്നെ വന്ന് എടുത്തു വരും. അത് ഹമ്പിളാണ് എല്ലാവരും. അതാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ പാരീസിന് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ആരും അതിന് അങ്ങനെ പുറത്തേക്കില്ല എന്നുള്ളതിലാണ്. ഞങ്ങളതിൽ വളരെയധികം പ്രൗഡായിട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സാണ്. കാരണം എന്നെ എല്ലാവരും പറയും മമ്മി പാരീസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയും. കാരണം എൻ്റെ പെൺപിള്ളേരെ അവരോടൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പം ഞാൻ പറയും ഞാൻ എവിടെ കൊടുത്താലും എനിക്ക് പാരീസ് തയ്ച്ചാൽ മാത്രമേ ഇഷ്ടമാവുള്ളൂ. എൻ്റെ കബേർഡിലേക്ക് നല്ല പാരീസ് ഒറ്റൊന്നും പറയില്ല, ഇഷ്ടമില്ല. നിങ്ങളുടെയൊക്കെ പെരുമാറ്റമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഇത്രയും കൊല്ലമായിട്ട് ഒരിക്കൽ പോലും ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ പണ്ടൊരു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വലിയ കാര്യമായിട്ടൊരു സൽവാർ സെറ്റ് എടുത്ത് വന്നു. അപ്പോൾ അവിടുത്തെ എന്തോ ഒരു വെള്ളമാറ്റം വീണത് കേട് വന്നു. അതിലപ്പം തന്നെ വന്ന് ഇഷ്ടമുള്ള സെറ്റ് എടുത്തോളാം അവിടെ. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അത് കോൺവെന്റ് ജംഗ്ഷനിലെ ഷോപ്പിലായിരുന്നല്ലോ ആദ്യം, അവിടെയാണ് എല്ലാം വരുന്നത്. അതിൽ നിന്ന് ഒരേ മാറ്റം മാറി മാറി ഇപ്പൊ ഗ്രീൻ പേളിലെ അവിടെ അന്ന് അവിടെ പാരീസ് എന്നുള്ള പേര് കിട്ടിയില്ല. ദുബായില് ഗ്രീൻ പേൾ ഫാഷൻ ഡിസൈൻ ഇട്ടത് കരാമേല്. അത് 2003 തുടങ്ങിയത് അവിടെ. അപ്പൊ അവിടെ കുറെ അതുണ്ടാവും, ഇപ്പോഴും ഉണ്ട്. ഒരിക്കൽ പോലും ഒരു ഞങ്ങൾക്കൊരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഡേറ്റ് ഞങ്ങൾക്ക് ചെയ്തു തരും, കറക്റ്റായിട്ട് ചെയ്തു തരും. ഞാനൊരിക്കലും ഡേറ്റ് പറയാറില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ഡേറ്റ് പറഞ്ഞെങ്കിൽ ആ ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ നല്ല ക്വാളിറ്റി അല്ലേ. തീർച്ചയായിട്ടും മോൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയുടെ കൂടി ബ്ലൗസൊക്കെ അവിടെ കൊണ്ട് തയ്ച്ച് പിന്നെ തൃശ്ശൂരാണ് അത് കൊടുക്കണത്. നമുക്കിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് വരെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. വളരെയധികം ഗുണങ്ങളും നല്ല പെരുമാറ്റം, നല്ല ഡിസൈന്. ആരിട്ടാലും ചോദിക്കുക എവിടെ നിന്ന് ചോദിക്കും. അങ്ങനത്തെ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ അതിട്ട് നമ്മൾ പുറത്തേക്ക് നമുക്ക് തന്നെ പ്രായം. ഞാൻ ചിലപ്പോൾ ഈ ഊബറിലൊക്കെ കയറി പോകുമ്പോൾ ഞാൻ പറയും വയസ്സന്മാരായിട്ട് കയറുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അവർ നോക്കിയിട്ട് അങ്ങനെ വയസ്സ് തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഗുണമാണ്.